പശ്ചിമേഷ്യയിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകളിലേക്കാണ്. ഒന്ന്, കഴിഞ്ഞ ദിവസം ഇസ്രയേൽ ആക്രമണത്തിൽ തകർന്ന ഒരു ടണലിൽ നിന്ന് ഇസ്രയേൽ ബന്ദിയെ മോചിപ്പിക്കുന്ന ദൃശ്യങ്ങൾ ഹമാസ് പുറത്തുവിട്ടു. ആ ദൃശ്യങ്ങളിലേക്കാണ് ആദ്യം. دخلنا شوف اللي جوا مين بفنين شفتوه يلا نمشي كويف لي بقوم كويف لي لنشوف ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് ഹമാസ് പറയുന്നത് ഇസ്രയേൽ സൈന്യം ബന്ദികളെ കൊലപ്പെടുത്താൻ ആസൂത്രിതമായി ശ്രമിക്കുന്നു. അതിന് അവര് ഈ AI അടക്കമുള്ള സംവിധാനങ്ങൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ബന്ദികൾ എവിടെയാണെന്ന് ഐഡന്റിഫൈ ചെയ്തുകൊണ്ടൊക്കെ ബന്ദികളെ കൊലപ്പെടുത്താനുള്ള ശ്രമം ഇസ്രയേൽ നടത്തുന്നു എന്ന് ഹമാസ് കുറ്റപ്പെടുത്തുന്നു. അതേസമയം ബന്ദികളെ സുരക്ഷിതരാക്കാൻ, അവരുടെ ജീവൻ നിലനിർത്താനുള്ള ഭഗീരഥ ശ്രമത്തിലാണ് തങ്ങൾ എന്നും ഹമാസ് അവകാശപ്പെടുന്നു. നമുക്ക് ആ വീഡിയോയിലെ ആ സംഭാഷണത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. എത്രയോ മണിക്കൂറുകൾ നേരം ടണലിൽ അകപ്പെട്ടുപോയ ഒരു മനുഷ്യനെയാണ്, ഒരു ബന്ദിയെയാണ് ഹമാസിന്റെ സൈന്യം അല്ലെങ്കിൽ ഹമാസിന്റെ പ്രവർത്തകർ അങ്ങനെ മോചിപ്പിച്ചെടുക്കുന്നത്. അപ്പൊ അതിൽ തന്നെ അദ്ദേഹത്തിന് ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ആ ബന്ദി പറയുന്നുണ്ട്. പക്ഷെ ബന്ദിയുടെ മുഖം വ്യക്തമല്ല. അതുകൊണ്ട് തന്നെ ആരാണ് ഈ ബന്ദി എന്ന് ഇനിയും വ്യക്തമായിട്ടില്ല. നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ചയാണ്, ഏതാണ്ട് 10 ദിവസത്തിന് മുൻപാണ് ഹമാസ് വ്യക്തമാക്കിയിരുന്ന ഒരു കാര്യം, അമേരിക്കൻ ഇസ്രയേൽ ബന്ദിയായ ഈഡൻ അലക്സാണ്ടറെ കാണാനില്ല. ഈഡൻ അലക്സാണ്ടറിന്റെ ഡിറ്റൻഷൻ സെന്ററുമായി അല്ലെങ്കിൽ അവരുടെ ടണലുമായി ഈഡൻ അലക്സാണ്ടർ ആരുടെ കസ്റ്റഡിയിലാണോ ഉണ്ടായിരുന്നത് ആ ഹമാസ് പോരാളികളുമായി അവർക്ക് ബന്ധപ്പെടാൻ കഴിയുന്നില്ല എന്ന് കഴിഞ്ഞ ദിവസം ഹമാസ് വ്യക്തമാക്കിയിരുന്നു. അതിനുശേഷം ഈഡൻ അലക്സാണ്ടറിനെ കുറിച്ച് ഒരു തരത്തിലുള്ള പ്രതികരണവും ഹമാസ് നടത്തിയിട്ടില്ല. ഈഡൻ അലക്സാണ്ടർ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് പോലും ഇപ്പോൾ അറിയാത്ത സാഹചര്യം. ഏതായാലും അതിനിടയിലാണ് തങ്ങളുടെ സൈന്യം ബന്ദിയെ മോചിപ്പിച്ചെടുക്കുന്ന ദൃശ്യങ്ങൾ ഹമാസ് പുറത്തുവിട്ടിരിക്കുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായി പശ്ചിമേഷ്യയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ, രണ്ടാമത്തെ കാര്യം വെടിനിർത്തലുമായി ബന്ധപ്പെട്ടാണ്. വെടിനിർത്തലുമായി ബന്ധപ്പെട്ട വളരെ നിർണായകമായ ചർച്ചകൾ ഈജിപ്ത് തലസ്ഥാനമായ കെയ്റോയിൽ പുരോഗമിക്കുമ്പോൾ ഖലീൽ അൽ ഹയ്യ, ഹമാസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാൾ, പോളിറ്റ് ബ്യൂറോ അംഗമൊക്കെയായ ഖലീൽ അൽ ഹയ്യയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന് മുൻപിലേക്ക് ഇപ്പോൾ ഈജിപ്ത് മുന്നോട്ട് വച്ചിരിക്കുന്ന ഒരു പ്രപ്പോസൽ ഹമാസ് അംഗീകരിച്ചു എന്നുള്ളതാണ്. ആ പ്രപ്പോസൽ എന്ന് പറയുന്നത് 5 വർഷം മുതൽ 7 വർഷം വരെയുള്ള വെടിനിർത്തലാണ്. ശാശ്വതമായ വെടിനിർത്തൽ, അല്ലെങ്കിൽ ആ ഒരു ഘട്ടത്തേക്ക് കൃത്യമായ ഒരു വെടിനിർത്തലിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു. അതേസമയം ഒറ്റഘട്ടമായി തന്നെ ബന്ദികളെല്ലാം വിട്ടയക്കാമെന്ന് ആ ഒരു ഡീലിന്റെ ഭാഗമായി ഹമാസ് സമ്മതിക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട വാർത്തയാണ്. അതേസമയം തന്നെ പലസ്തീനിൽ നിന്നുള്ള ഇസ്രയേൽ ജയിലുകളിൽ കഴിയുന്ന പലസ്തീൻ തടവുകാരെയൊക്കെ ഈ ബന്ദികളെ മോചിപ്പിക്കുന്നതിന് പിന്നാലെ ഒറ്റയടിക്ക് വിട്ടയക്കും. അതിനുശേഷം ഗസയുടെ പുനർനിർമ്മാണം അടക്കമുള്ള കാര്യങ്ങൾ. പക്ഷേ അവിടെ ഒരു കാര്യം, അതായത് ഹമാസ് നിരായുധീകരിക്കപ്പെടണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ഡിമാൻഡായി ഇസ്രയേൽ മുന്നോട്ട് വച്ചിരിക്കുന്നത്. പക്ഷേ ആ ഒരു നിർദ്ദേശം നടക്കില്ല. ആ ഒരു നിർദ്ദേശം മാത്രമാണ് ഹമാസ് ഇപ്പോൾ എതിർക്കുന്നത്. മറ്റ് ഈജിപ്ത് മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങൾ, അതായത് ഇസ്രയേലിന്റെ സ്വാഭാവികമായും ഇസ്രയേലും ഈജിപ്തും ചേർന്ന് ആലോചിച്ച് മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങളൊക്കെയും ഹമാസ് അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട ഒരു വാർത്ത. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, അമേരിക്കയും ഇറാനും തമ്മിൽ ഇന്നലെ നടന്ന ചർച്ചയാണ്. ഒമാൻ തലസ്ഥാനമായ മസ്കറ്റിൽ നടന്ന ചർച്ചയാണ്. ആണവ കരാറുമായി ബന്ധപ്പെട്ട്, കരാർ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആ 3ാം ഘട്ട ചർച്ചയും വിജയമായിരുന്നു എന്ന് തന്നെയാണ് വാർത്തകൾ വരുന്നത്. ആദ്യഘട്ട ചർച്ച മസ്കറ്റിലായിരുന്നു. 2ാം ഘട്ട ചർച്ച ഇറ്റലിയുടെ തലസ്ഥാനമായ റോമിലായിരുന്നു. റോമിലെ ഒമാൻ എംബസിയിലായിരുന്നു. 3ാം ഘട്ട ചർച്ച വീണ്ടും മസ്കറ്റിൽ തന്നെ ഇന്നലെ നടന്നു. 4ാം ഘട്ട ചർച്ച മെയ് 3-ാം തീയതി നടക്കും എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതായത് ഈ ചർച്ചകൾ അത് ഫലപ്രദമായി തന്നെ മുന്നോട്ട് പോകുന്നു. ഏത് സമയത്തും ഒരു ഡീലിലേക്ക് അമേരിക്കയും ഇറാനും എത്തും എന്നുള്ള നിലയിലുള്ള സൂചനകളാണ് വരുന്നത്. പക്ഷേ ഈ 4ാം ഘട്ട ചർച്ച മെയ് 3-ാം തീയതി നടക്കാനിരിക്കുന്ന ചർച്ച എവിടെയാണ് എന്ന് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. അത് ഒമാൻ അതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായി അറിയിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഒമാന്റെ മധ്യസ്ഥതയിലാണ് ചർച്ചകൾ. ഒമാൻ വിദേശകാര്യമന്ത്രിയും ഒമാൻ ഭരണാധികാരിയും ഒക്കെ
സജീവമായി ഈ ചർച്ചകളിലൊക്കെ ഇടപെടുന്നുണ്ട്, നേതൃത്വം വഹിക്കുന്നുണ്ട്. അമേരിക്കയുടെ, അതായത് ട്രംപിന്റെ പശ്ചിമേഷ്യൻ പ്രതിനിധിയായ സ്റ്റീവ് വിറ്റ്കോഫും അതുപോലെ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ഷിയും പ്രധാനപ്പെട്ട രണ്ട് സാന്നിധ്യങ്ങൾ, ഈ രണ്ട് നേതാക്കൾ പങ്കെടുത്ത ചർച്ച എന്നുള്ള നിലയിൽ അതിനൊരു ഉന്നതതല ചർച്ചയുടെ സ്വഭാവമുണ്ടല്ലോ. അപ്പോ ആ ചർച്ചയും ഫലപ്രദമായിരുന്നു. 4ാം ഘട്ട ചർച്ച വരാനിരിക്കുന്ന ആഴ്ച, അതായത് അടുത്ത ശനിയാഴ്ചയാണ്, മെയ് 3-ാം തീയതിയാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അത് യൂറോപ്പിലായിരിക്കുമോ, അതായത് റോമിലായിരിക്കുമോ അല്ലെങ്കിൽ ഒമാനിലായിരിക്കുമോ എന്ന കാര്യം തീർച്ചയില്ല. അപ്പൊ ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനമായി പശ്ചിമേഷ്യയിൽ നിന്ന് പറയേണ്ടി വരുന്ന വാർത്തകൾ. മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളുമായി വീണ്ടും പ്രിയപ്പെട്ടവർക്കൊപ്പം വൈകാതെ ചേരാം.